ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിശോധനയ്ക്കായി ശബരിമലയിലെത്തും. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. മുൻപ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് വീണ്ടും പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയത്. ഉച്ചയ്ക്ക് നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷമാകും സംഘം സന്നിധാനത്തെത്തുക. നട അടച്ചതിനു ശേഷം നാളെയും മറ്റന്നാളുമായിരിക്കും സാമ്പിളുകൾ ശേഖരിക്കുക. SITയോടൊപ്പം ലീഗൽ മെട്രോളജി ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും പരിശോധനയ്ക്കെത്തും. തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി കൈമാറും. അതേസമയം തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ ഹർജിയിൽ ഇന്ന് വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് KS ബൈജു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. റിമാൻഡിലായി 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യത്തിനായി അപേക്ഷ നൽകിയത്. എന്നാൽ ദ്വാരപാലക കേസിൽ ഈ മാസം 25-നാണ് ജാമ്യ ഹർജി സമർപ്പിക്കുക. റിമാൻഡ് തുടരുന്നതിനാൽ ഉടൻ ജയിൽ മോചിതനാകാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിശോധനയ്ക്കായി ശബരിമലയിലെത്തും. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. മുൻപ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് വീണ്ടും പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷമാകും സംഘം സന്നിധാനത്തെത്തുക. നട അടച്ചതിനു ശേഷം നാളെയും മറ്റന്നാളുമായിരിക്കും സാമ്പിളുകൾ ശേഖരിക്കുക. SITക്കൊപ്പം ലീഗൽ മെട്രോളജി ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും പരിശോധനയ്ക്ക് എത്തുമെന്നതാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി കൈമാറും. അതുപോലെ തന്നെ തിരുവാഭരണം മുൻ കമ്മീഷണറായ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് KS ബൈജു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. റിമാൻഡിലായി 90 ദിവസം പൂർത്തിയായ ഒരു സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്നാൽ ദ്വാരപാലക കേസിൽ ഈ മാസം 25-നാണ് ജാമ്യ ഹർജി സമർപ്പിക്കുക. റിമാൻഡ് തുടരുന്നതിനാൽ ഉടൻ ജയിൽ മോചിതനാകാനുള്ള സാധ്യതയില്ല.